ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ പരിശീലകനായി വിദേശെത്തുമോ അതോ ഇന്ത്യക്കാരൻ തന്നെയോ? ടെസ്റ്റിനും ഏകദിനത്തിനും T20ക്കും പ്രത്യേകം പരിശീലകർ വരുമോ? പുതിയ പരിശീലകനാകാൻ താല്പര്യമുള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് BCCI. 2021 ഇന്ത്യൻ ടീമിന്റെ മുഖ്യ പരിശീലകനായി ചുമതലയേറ്റ രാഹുൽ ദ്രാവിഡിന്റെ കാലാവധി ജൂണോടെ അവസാനിക്കും. വിദേശ പരിശീലകനെ നിയമിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. പരിശീലക റോളിലേക്ക് മത്സരിക്കാൻ ഓസ്ട്രേലിയയുടെ ടോം മൂഡി, സിംബാബ്വേയുടെ ആൻഡി ഫ്ലവർ, ഓസ്ട്രേലിയയുടെ തന്നെ ജസ്റ്റിൻ ലാംഗർ, ന്യൂസിലാൻഡിന്റെ സ്റ്റീഫൻ ഫ്ലമിംഗ് എന്നിവർ അപേക്ഷകരായി ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യക്കാരാണെങ്കിൽ VVS ലക്ഷ്മൺ, രാഹുൽ ദ്രാവിഡ് തുടങ്ങിയവർ. എന്നാൽ പുതിയ കോച്ച് ഇന്ത്യക്കാരനാണോ വിദേശിയാണോ എന്ന് നിർണ്ണയിക്കാനാവില്ലെന്നും അത് ക്രിക്കറ്റ് അഡ്വൈസറി കമ്മിറ്റിയുടെ പരിധിയിലാണെന്നുമാണ് BCCI സെക്രട്ടറി ജയ്ഷ പറഞ്ഞത്. BCCI ദ്രാവിഡിനെ പരിഗണിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ ദ്രാവിഡിന് ശേഷം ബാറ്റൺ കൈമാറുന്നത് VVS ലക്ഷ്മണിനാകുമോ? കാര്യം വലിയ പ്രതീക്ഷയോടെ ആയിരുന്നു അന്ന് 2021 രാഹുലിനെ പരിശീലകനായി നിയമിച്ചത്. പക്ഷേ വലിയ കിരീടങ്ങളൊന്നും നേടാനായില്ല. അതേസമയം ഇന്ത്യ A ടീമിന്റെ പരിശീലകനായി നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. സഞ്ജു അടക്കം പല യുവതാരങ്ങളെ വാർത്തെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു. ദ്രാവിഡിന് മുന്നിൽ അവസരങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ കിരീടത്തിലേക്ക് എത്താനായില്ല. യുദ്ധമുഖത്ത് തോറ്റുമടങ്ങിയ ഒരു പോരാളിയായിരുന്നു പലപ്പോഴും. 2022 T20 ലോകകപ്പിൽ സെമി കാണാതെ പുറത്ത്. 2023 ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഫൈനലിൽ തോൽവി. ഇക്കഴിഞ്ഞ ഏകദിന ലോകകപ്പിലും ഫൈനലിൽ വീണു. എന്നാൽ 2023 ഏഷ്യ കപ്പ് ഇന്ത്യ നേടി അണ്ടർ രാഹുൽ ദ്രാവിഡ്. ഇന്ത്യ ഒരിക്കലും ടെസ്റ്റ് ജയിക്കാത്ത ഇടമായിരുന്നു കേപ്പ് ടൗൺ. 2024 ജനുവരിയിൽ ദ്രാവിഡിന്റെ കീഴിൽ അവിടെ ജയിച്ച് ഇന്ത്യ ചരിത്രം സൃഷ്ടിച്ചു. 49-കാരനായ ലക്ഷ്മൺ നിലവിൽ നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയുടെ തലവനാണ്. ദ്രാവിഡ് അവധിയിലായിരുന്നപ്പോൾ സീനിയർ ടീമിനെ പരിശീലിപ്പിച്ചിട്ടുമുണ്ട്. ഏഷ്യൻ ഗെയിംസ്, ഓസ്ട്രേലിയക്കെതിരായ T20 മത്സരങ്ങളിൽ ടീമിനെ നയിച്ചിട്ടുമുണ്ട്. ഇന്ത്യയുടെ ആദ്യ വിദേശ പരിശീലകനായത് ജോൺ റൈറ്റ്, അവസാനത്തേത് ഡങ്കൻ ഫ്ലെച്ചർ, അതും വർഷങ്ങൾക്ക് മുമ്പ്. ഫ്ലെച്ചറിന്റെ കീഴിൽ 2013 ചാമ്പ്യൻസ് ട്രോഫിയും ഇന്ത്യ നേടി. ഇന്ത്യയുടെ ഏറ്റവും വലിയ നേട്ടമായ 2011 ലോകകപ്പ് ആകട്ടെ മറ്റൊരു വിദേശ പരിശീലകന്റെ കീഴിൽ, ഗാരി കാസ്റ്റൺ. ഇതൊക്കെ ഉയർത്തിപ്പിടിച്ചാണ് വിദേശ പരിശീലകൻ എന്നതിലേക്ക് എത്തുന്നത്. ആകെ 4 വിദേശികളാണ് ഇതുവരെ ഇന്ത്യയെ പരിശീലിപ്പിച്ചിട്ടുള്ളത്. 60 വയസ്സിന് താഴെയുള്ളവരും 30 ടെസ്റ്റുകളോ 50 ഏകദിന മത്സരങ്ങളോ കളിച്ചവരാകണം. കൂടാതെ അപേക്ഷകർ ഏതെങ്കിലും ഒരു സീനിയർ ടീമിനെ 2 വർഷമെങ്കിലും പരിശീലിപ്പിച്ചവരുമാകണം. ഈ ഒഴിവിലേക്ക് മെയ് 27 അപേക്ഷിക്കണം. 2024 ജൂലൈ 1 മുതൽ 2027 ഡിസംബർ 31 വരെയാണ് പുതിയ പരിശീലകന്റെ കാലാവധി. രാഹുൽ ദ്രാവിഡിന് വേണമെങ്കിൽ ഇനിയും അപേക്ഷിക്കാം. ഇംഗ്ലണ്ട്, പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിനുള്ളതുപോലെ ഓരോ ഫോർമാറ്റിനും ഓരോ കോച്ച് എന്ന രീതി BCCI സ്വീകരിക്കാൻ സാധ്യതയില്ലെന്നാണ് സൂചന. ബാറ്റിംഗ്, ബൗളിംഗ്, ഫീൽഡിംഗ് കോച്ചുകൾ, കോച്ചിംഗ് സ്റ്റാഫിലെ മറ്റംഗങ്ങൾ എന്നിവരുടെ കാര്യത്തിൽ പുതിയ പരിശീലകനുമായി കൂടിയാലോചിച്ച് തീരുമാനമെടുക്കുമെന്നാണ് റിപ്പോർട്ട്.